ഹലോ ഗൈസ്, അനാമികയുടെ രണ്ടാം വിവാഹമാണിതെന്ന് മനസ്സിലാക്കി ആദർശ് നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ വിനീത് പറയുന്നുണ്ട്, ആദർശ് ഞാനോട് നിന്റെ കൂടെ വരാം. ഏയ് അത് വേണ്ട, നീ ഇവിടെ നിന്നോ. ആദർശ് നീ അവിടെ ചെന്ന് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവരെ കാര്യം പറഞ്ഞ് ആദ്യം ഒന്ന് ധരിപ്പിക്ക്. കാര്യം പറഞ്ഞ് ധരിപ്പിച്ചാ പോരാ, അവരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാ വേണ്ടത്. അങ്ങനെ നേരെ ആദർശ് അനാമികയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അനാമികയുടെ അച്ഛന് സീറ്റ് ഔട്ടിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദർശിന്റെ വരവ് അനാമികയുടെ അച്ഛൻ കാണുന്നുണ്ട്. ആഹാ, വരണം വരണം, ആരായി വരുന്നത്? ഈ വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കില്ലല്ലോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് വരണം എന്നാ ഞാനും കരുതിയത്. ഏതായാലും അത് നന്നായി. മോൾ എപ്പോഴും പറയായിരുന്നു എന്താ അവിടുന്ന് ആരും ഇങ്ങോട്ടേക്ക് കാണാത്തതെന്ന്. മോളെ അനാമികേ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. ആഹാ, ആദർശേട്ടനോ? ആദർശേട്ടനെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അല്ല, ഇതിലൊരാളുടെ കുറവുണ്ടല്ലോ. ദേ അവളിതാ വരുന്നു. അയ്യോ, ഇതെന്താ പറയാതെ വരുന്ന ആദർശ് മോനെ? വരവ് പറഞ്ഞിട്ടൊക്കെ വരണ്ടേ? അതെന്തിനാ ആന്റി പറഞ്ഞിട്ടൊക്കെ വരുന്നത്? എന്തായാലും ഈ വരവിന് നിങ്ങളൊന്നും കരുതണ്ട. നിങ്ങൾക്കുള്ളത് ഞാൻ കരുതിയിട്ടാ വരുന്നത്. ഇതെന്താ ആദർശ് എന്തോ ഉള്ളി തട്ടി സംസാരിക്കുന്ന പോലെ? അതെ, എന്റെ ഉള്ളി തട്ടിയിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കൊന്നും നാണമില്ലല്ലോ ഇങ്ങനെ ആളെ പറ്റിച്ച് ജീവിക്കാൻ. പണമുള്ള പയ്യന്മാരെ വലയിട്ട് പിടിച്ചാൽ പിന്നെ എല്ലാം നടക്കുമല്ലോ അല്ലേ? അവരെ പറ്റിച്ച് അവരിൽ നിന്ന് കുറച്ച് പൈസ കൈക്കലാക്കുക. എന്തൊക്കെയാ മോനെ ഈ പറയുന്നത്? ഞങ്ങളുടെ വല്ല ശത്രുക്കളും മോൻക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ വിശ്വസിച്ച് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ഈ നാടകം എവിടെ വരെ പോവും? ഈ ലോകത്തെ പല ജോലികളുണ്ട്. പക്ഷെ സ്വന്തം മാനം വിറ്റ് മകളെ വെച്ച് ജീവിക്കുന്നതൊന്നും നല്ലതിനല്ല. തെളിവ് സഹിത ഞാൻ ഈ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് കരുതി അനന്തപുരിക്കാരെ വിഡ്ഢികളാക്കാനോ? മനുഷ്യരെ പറ്റിക്കാൻ എളുപ്പമാ, പക്ഷെ എന്തെങ്കിലും പിടിക്കപ്പെടും എന്നുള്ളത് ഓർക്കണം. നിങ്ങളൊക്കെ പോലീസിൽ ഏൽപ്പിച്ചില്ലെങ്കിലേ ഈ ജോലി നിങ്ങളെ വീണ്ടും തുടരും. ദേ ഈ നിൽക്കുന്ന നിങ്ങളെ മകളെ സ്നേഹത്തോടെ ഇരു കൈ നീട്ടി സ്വീകരിക്കാന് എന്റെ വീട്ടിലെ അമ്മമാർ നിൽക്കുന്നത്. നിങ്ങളുടെ മകൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. നിങ്ങൾ ആ ഭാഗ്യം നശിപ്പിച്ചു. എന്തിന്? എന്റെ ഭാര്യയേക്കാൾ മുൻഗണനയാ നിങ്ങളുടെ ഈ മകൾക്ക് അവരെല്ലാരും കൊടുക്കുന്നത്. ദേ ഈ ചെയ്തതിന് ഞാൻ നിങ്ങൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു തന്നിരിക്കും. നിങ്ങളെപ്പോലുള്ളവരാ പല ചെറുപ്പക്കാരുടെയും ജീവിതം നശിപ്പിക്കുന്നത്. ഞാൻ വരും, ഇനിയൊരു വരവ് നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിത്തരാൻ. ഇതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഈ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ആരാ ഈ പഴയ കഥകളൊക്കെ ആദർശിന്റെ ചെവിയിൽ എത്തിച്ചത്? അച്ഛാ, അതെനിക്ക് മനസ്സിലായി. ഞാൻ ആ വിനീതിനെ ആദർശേട്ടന്റെ ഒപ്പം ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് വിനീത്? ആ ശങ്കറിന്റെ ഏട്ടൻ. ഓ, അപ്പൊ അവിടെ നിന്നാണ് ഇത് ചോർന്നു പോയത്. എല്ലാം അവസാനിപ്പിച്ച് ഒരു വലിയ ബന്ധം വന്നപ്പോ നിന്നെ അങ്ങ് വിവാഹം കഴിപ്പിച്ച് ഏൽപ്പിക്കാന്ന് ഞങ്ങൾ അങ്ങ് കരുതിയതാ. ഇപ്പൊ എല്ലാം അവതാളത്തിലായി പോയി. ആ നാട്ടിൽ നടന്ന സംഭവം ഇവിടെ എത്തിയാലും ഇങ്ങനെ വരുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏട്ടാ, ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മുടെ മോളുടെ ജീവിതം ഇനി ആകെ ഒരു മാർഗമുള്ളൂ. ആ അനിക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നും അതിന് ഒത്താശ നിൽക്കാണ് ഈ ഏട്ടനെന്നും നമ്മൾ സ്ഥിരീകരിക്കണം. അത് ആ മുത്തശ്ശനെ പറഞ്ഞ് ധരിപ്പിക്കണം. ആ മുത്തശ്ശ മാത്രമാണ് ഈ കാര്യത്തിൽ ഇനി ഒരു കരട്. എന്റെ മോളെ അവർക്കെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഈ കല്യാണം അങ്ങ് മുടങ്ങിപ്പോവാൻ ചാൻസ് ഇല്ല. പിന്നെ ആ വിനീതിന്റെ കാര്യം, അവന്റെ കാര്യം ഞാൻ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ഗായ്സ്.